ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ലോകത്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം ജീവിതത്തില് ഒരിക്കലും സാധ്യമല്ല എന്ന് ഈശോ കൃത്യമായിട്ട് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണതെന്ന് പറയുന്നത്? രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാനായിട്ട് ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. നമ്മളൊക്കെ ഇന്ന് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത് അല്ലേ? ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ലോകത്തെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. രണ്ട് വള്ളത്തേല് കാലു വെച്ചുകൊണ്ടുള്ള യാത്ര. ഈ യാത്ര അധിക നാള് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം നീ ഒന്നുകിൽ ഈ ലോകത്തെ സ്നേഹിക്കണം. നീ ഈ ലോകത്തെ സ്നേഹിച്ചാല് ദൈവത്തെ സ്നേഹിക്കാനായിട്ടോ അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നിനക്ക് സാധിക്കുകയില്ല. മറിച്ച് നീ ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഈ ലോകത്തെയും ലോകമോഹങ്ങളെയും ഉപേക്ഷിക്കുവാനായിട്ട് നീ തയ്യാറാവണം. സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ ലോകത്തെയാണോ? പലപ്പോഴും വാക്കുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഈ ദൈവത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തില് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഈ ലോകത്തോടുള്ള മോഹങ്ങളും ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? വാക്കുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രവൃത്തിയില് ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മുടെയൊക്കെ ജീവിതം വലിയൊരു പരാജയമായിട്ട് മാറുക. കാരണം എന്താണ്? ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ലോകത്തിന്റെ ചിന്താഗതികളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തെ യജമാനനായി കണ്ട് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് ഈ ലോകത്തെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ലോകം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന എല്ലാ സന്തോഷങ്ങളും നേടാനായിട്ട് നമ്മൾ നോടുകയാണ്. അവ നേടിയെടുക്കാനായിട്ട് എന്ത് ത്യാഗം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കാനായിട്ടോ അവന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് എന്താണ് എൻ്റെ ഉത്തരം? എൻ്റെ യജമാനൻ ആരാണ്? ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവസന്നിധിയില് ശാന്തമായിട്ടിരുന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനായിട്ട് ദൈവത്തെ യജമാനനായി കണ്ട് അവന് വേണ്ടി എല്ലാം സന്തോഷത്തോട് ത്യജിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.